ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വിഷു വന്നെത്തി. ഒരു വർഷത്തെ മുഴുവൻ ഭാഗ്യവും നമ്മൾ ആദ്യം കാണുന്ന കണിയെ ആശ്രയിച്ചിരിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വിഷുക്കണി ഒരുക്കുമ്പോൾ ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. ഉരുളി. പുരാതന കാലം മുതൽക്കേ ഐശ്വര്യത്തിന്റെ പ്രതീകമായി കരുതുന്നത് ശുദ്ധമായ ഓട്ടുരുളിയാണ്. അരിയും നെല്ലും. ഉരുളിയുടെ പകുതിയോളം ഉണക്കലരിയും നെല്ലും നിറയ്ക്കണം. ഇത് കാർഷിക സംസ്കാരത്തിന്റെയും സമൃദ്ധിയുടെയും അടയാളമാണ്. കൊന്നപ്പൂവ്. വിഷുക്കണിയുടെ ആത്മാവാണ് മഞ്ഞപ്പെട്ടെടുത്ത കണിക്കൊന്ന. ഇത് ഭഗവാൻ കൃഷ്ണന്റെ അരഞ്ഞാണമാണെന്നാണ് സങ്കല്പം. കണിവെള്ളരി. സ്വർണ്ണ നിറത്തിലുള്ള വലിയ വെള്ളരിക്ക കണിക്കായി ഉപയോഗിക്കണം. വാൽക്കണ്ണാടി. ഭഗവതിയുടെ സാന്നിധ്യമായിട്ടാണ് വാൽക്കണ്ണാടിയെ കണക്കാക്കുന്നത്. ഗ്രന്ഥം. അറിവിന്റെ പ്രതീകമായി പുണ്യഗ്രന്ഥം കണിയിൽ വെക്കണം. നാണയങ്ങളും സ്വർണവും. ദ്രവ്യം അഥവാ സമ്പത്തിന്റെ പ്രതീകമായി സ്വർണ്ണാഭരണങ്ങളും വെള്ളിക്കാശുകളും വെക്കുന്നത് ഉത്തമമാണ്. പഴവർഗ്ഗങ്ങൾ. ചക്ക, മാങ്ങ, കദളിപ്പഴം തുടങ്ങിയ നാടൻ പഴങ്ങൾ സമൃദ്ധമായി വെക്കണം. അഷ്ടമംഗല്യം. ഐശ്വര്യത്തിനായി സിന്ദൂരം, ചന്ദനം തുടങ്ങിയവയും ഒരുക്കാം. ദീപം. കണി കാണുമ്പോൾ എണ്ണയൊഴിച്ച് തിരിയിട്ട നിലവിളക്ക് കത്തുന്നുണ്ടാകണം. പ്രകാശമാണ് അറിവും ഐശ്വര്യവും. കൃഷ്ണവിഗ്രഹം. മഞ്ഞപ്പട്ട് ചാർത്തിയ കൃഷ്ണവിഗ്രഹം കണിക്കൊന്ന കൊണ്ട് അലങ്കരിച്ച് വെക്കുന്നത് വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കും. കണി ഒരുക്കി കഴിഞ്ഞാൽ അതിനു മുന്നിൽ അശുദ്ധമായ വസ്തുക്കളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. മനസ്സ് നിറയെ പ്രാർത്ഥനയോടെ വേണം കണി കാണാൻ.